Hi students, welcome to my college. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മൾ മുന്നത്തെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതിൽ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നായിരുന്നു വരുന്നത് 1986 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിന് വരുന്ന എല്ലാ ഡിഫിക്കൽട്ടീസ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്യാം, നമുക്ക് അവർ എന്തിനാണോ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ പരാതി എന്തുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാം, നമുക്ക് കോർട്ടിൽ ബോധ്യപ്പെടുത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Consumers have certain basic rights like the right to safety, right to informed അല്ലേ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കുറേ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ റൈറ്റ്സ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ, അതായത് കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്സിൽ പോയിട്ട് നമ്മളെ പ്രോബ്ലംസ് രജിസ്റ്റർ ചെയ്യാം, നമുക്ക് അതിനുള്ള എന്താ പറയുക ജസ്റ്റിസ് നേടിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. തന്നെ നമ്മൾ നോക്കുന്നത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കൺസ്യൂമേഴ്സിന് പ്രോബ്ലംസ് ഉണ്ടായാലെന്നുള്ളത്. അപ്പം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു കൺസ്യൂമറിന് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ അഡൾട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് പ്രോബ്ലം. അഡൾട്രേഷൻ മീൻസ് എന്താണ്? ദാറ്റ് ഈസ് ആഡിങ് സംതിങ് ഇൻഫീരിയർ ടു ദ പ്രോഡക്റ്റ് ബീങ് സോൾഡ്. ദിസ് ഈസ് എ പ്രാക്ടീസ് വി കം അക്രോസ് ഇൻ ദ കേസ് ഓഫ് സ്പൈസസ്, ടീസ്, ലീവ്സ്. അതായത് അഡൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മെയിനായിട്ട് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കറി പൗഡേഴ്സ്, അതേപോലെ ടീ, ചായപ്പൊടി, കോഫി, അങ്ങനെയുള്ള ചില മസാലസിലൊക്കെ നമുക്ക് അവരെന്തെങ്കിലും ഐറ്റംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ഡോസ് നടത്തിയിട്ടേ നമ്മൾ കൺസ്യൂമേഴ്സിന് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആയാലും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് മാറ്റം നമ്മളിപ്പോൾ കേൾക്കണില്ലേ, നമ്മൾ ഈ കറി പൗഡേഴ്സിലും മറ്റേ ഈ റെഡ് ചില്ലി പൗഡേഴ്സിലൊക്കെ ഓടിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതേപോലെ തന്നെ സോൾട്ടിൽ ഒരുപാട് മായം കലർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് രജിസ്റ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് ഉണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അതാണ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താ? സെയിൽ ഓഫ് സുപ്പീരിയസ് പ്രോഡക്റ്റ് എന്ന് മീൻസ് എന്താണ്? സെല്ലിങ് സംതിങ് ഓഫ് നോ വാല്യൂ ഇൻസ്റ്റെഡ് ഓഫ് ദ റിയൽ പ്രോഡക്റ്റ്. This is often found in the case of medicines and drugs or healthcare products. അതായത് എന്താണ്, നമുക്കിപ്പം മെഡിസിൻസ് അതേപോലെ കോസ്മെറ്റിക്സ്, നമ്മൾ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് എന്തെങ്കിലും ഒക്കെയാണെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങി നമുക്ക് അതിലൊരു വാല്യൂ, നമ്മൾ അവർ പറഞ്ഞ സാധനം നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ മെഡിസിൻസ് ഇത് കഴിച്ചാൽ ഇന്നത് മാറും എന്നൊക്കെയുള്ള ചില മെഡിസിൻസ് ഉണ്ട്, നമ്മൾ ഹൈ കോസ്റ്റൊക്കെ കൊടുത്തിട്ട് വാങ്ങണ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ആ വാല്യൂ കിട്ടിയിട്ടില്ല, നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന് ആ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ് നമ്മൾ ആര് ഫേസ് ചെയ്യുന്നത്, കൺസ്യൂമർ ഫേസ് ചെയ്യുന്നത് അല്ലേ, നമുക്കൊക്കെ ഉണ്ടാവാറുണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലമാണ് എന്ത്? സെയിൽ ഓഫ് സുപ്പീരിയസ് പ്രോഡക്ട്സ്. ദെൻ തേർഡ് വൺ എന്താണ്? യൂസ് ഓഫ് ഫോൾസ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അല്ലേ. നമ്മൾ പറഞ്ഞ അളവിൽ പറഞ്ഞ രീതിക്കും അല്ലാതെ നമുക്ക് നമ്മളെ പ്രോഡക്റ്റ് തരാം. നോർമലി നമ്മൾ തൂക്കി വാങ്ങുന്ന ഐറ്റംസൊക്കെ അതൊക്കെ നമ്മളെ മെഷർമെൻറ്റ് മാറ്റം വരുത്തി അങ്ങനെയൊക്കെ തരുന്ന സമയത്ത് അത് നമുക്ക് കൺസ്യൂമേഴ്സിന് വരുന്ന പ്രോബ്ലമാണ്. ദെൻ എന്താ? സെയിൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലേ. നമുക്കിപ്പം ഓരോ ബ്രാൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് പറഞ്ഞിട്ട് ഓരോ ബ്രാൻഡ് ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളത് ഒറിജിനൽ ആണെന്ന് കരുതി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് സെയിൽ ചെയ്തിട്ട് നമ്മളെ കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യുക, പറ്റിക്കുന്ന കേസിലും നമുക്ക് എന്ത് ചെയ്യുക, അതൊരു കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ദെൻ എന്താണ്? ഹോർഡിങ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കരിഞ്ചന്ത, അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കുക, നോർമലി ചെയ്യാതെ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റിൽ കൺസ്യൂമേഴ്സ് അത് അവെയർ ആവാതെ നമ്മൾ വാങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിനെന്താണ്? ടൈ ഇൻ സീസൺ എന്ന് വെച്ചാൽ ബയേഴ്സ് ഓഫ് ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ആർ സംതിങ്സ് റിക്വയർഡ് ടു ബൈ സം അതർ ഗുഡ്സ് ആസ് എ പ്രീ കണ്ടീഷൻ ടു സെയിൽ ഓർ മേ ബി റിക്വയർഡ് ടു പേ ആഫ്റ്റർ സെയിൽ സർവീസ് ചാർജസ് ഫോർ 1 year ഇൻ അഡ്വാൻസ്. അതായത് ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ, അതായത് ഫേർണിച്ചേഴ്സ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടീഷൻ്റെ ബേസിൽ അവർ സെയിൽ ചെയ്യുക. അതിപ്പം നമ്മൾ പറഞ്ഞു വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ആ വാറണ്ടി അവർ പറയുന്ന ഒരു 1 year ഗ്യാരണ്ടി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പാലിക്കണം. 1 yearനുള്ളിൽ നമുക്ക് എന്ത് ഡാമേജോ എന്തെങ്കിലും അവരെന്ത് ചെയ്യണം, അത് സോർട്ട് എഴുതാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഈ ഷോപ്പ് ഓണേഴ്സിന് ആർക്കാച്ചാൽ അവർക്കുണ്ട്. അപ്പം അവരത് പാലിക്കണം. അവർ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കൺസ്യൂമർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലംസ് ആണ്.
ദെൻ എന്താണ് ഓഫറിങ് ഗിഫ്റ്റ്സ് ഹാവിങ് നോ അഡീഷണൽ വാല്യൂ, അതായത് നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിനൊരു ഗിഫ്റ്റ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആണ് അല്ലേ, അതിന് വേറെ എക്സ്ട്രാ ചാർജ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം, ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്, നമുക്ക് ക്ലെയിം ചെയ്യാം. ദെൻ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് പരസ്യങ്ങളൊക്കെ മിസ്ലീഡ് ചെയ്ത്, അതായത് പറ്റിക്കപ്പെടുന്ന പരസ്യങ്ങൾ, എന്തെങ്കിലും റോങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്നത്. എന്താണ് സെയിൽ ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ്, അതായത് എന്താണ് സെയിൽ ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് വിച്ച് ഡു നോട്ട് കൺഫോം ടു പ്രിസ്ക്രൈബ്ഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പെർട്ടിക്കുലർ ടു സേഫ്റ്റി, അതായത് സേഫ്റ്റിയോ ക്വാളിറ്റിയോ ഒന്നുമില്ലാതെ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്ത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് റിയലൈസ് ചെയ്യുമ്പോൾ അതൊരു ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്രയും നോർമലി ഒരു 9 പ്രോബ്ലംസോളം പറഞ്ഞു, ഇത്രയും പ്രോബ്ലംസാണ് കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിന് എന്ത് ചെയ്യാം, നമുക്ക് അതിനാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. ഈ പ്രകാരം നമുക്ക് ആ പ്രോബ്ലംസിനൊക്കെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ എന്താണ് നെക്സ്റ്റ് നോക്കുന്നത്, പ്രോബ്ലംസ് ഫേസ് കഴിഞ്ഞാൽ ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ്, എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സിൽ ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് എന്ത് ലീഗൽ പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദിസ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ ഗ്രേഡിംഗ് ആൻഡ് certifying quality standard of agricultural commodities which are allowed to stamped with AGMARK seal of the agriculture marketing, അതായത് നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിലെന്താണ് അഗ്മാർക്ക്, ഓക്കെ, ഇങ്ങനെ ഒരു സീൽ ഉണ്ടായിരിക്കണം. അതായത് ഇത് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മൾ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ആരാച്ചാൽ അവർ ചെക്ക് ചെയ്തിട്ട് ഇത് കുഴപ്പമില്ല എന്ന് സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു മാർക്കാണിത്. അപ്പം അഗ്മാർക്ക് സീലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം അവർ എന്ത് ചെയ്യേണ്ടത്, സീൽ ചെയ്യേണ്ടത് എന്തിൽ, അഗ്രികൾച്ചർ പ്രോഡക്റ്റിൽ. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ എങ്ങനെയാണ് വരുന്നത്, ഇൻഡസ്ട്രീസിൽ കാര്യത്തിൽ ദിസ് ആക്ട് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആക്ട് അഗ്മാർക്ക് ആക്ട് വരുന്ന 1937 ആക്ട് പ്രകാരമാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ആക്ട് എന്നാണ് 1951 പ്രകാരം. എങ്ങനെ അതിലെന്താ പറയുന്നത് വെച്ചാൽ ദിസ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. അക്കോർഡിംഗ് ടു ദിസ് ആക്ട് സെൻട്രൽ ഗവൺമെൻറ് മേ ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എനി ഇൻഡസ്ട്രി if it is of the opinion that there has been substantial fall in the volume of production or market decline of the good. അതായത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിലൊക്കെ എന്താ ഇൻഡസ്ട്രീസിനെ അവർ സെൻട്രൽ ഗവൺമെൻറ് ആക്ട് പ്രകാരം ആ റൂളിലാണ് അവർ ഇപ്പം നമ്മൾ പറഞ്ഞ 1957 ആ റൂൾ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാനുഫാക്ചർ ചെയ്യുന്ന ക്വാളിറ്റി പ്രോഡക്ട്സ് ആണോ സേഫ്റ്റി പ്രോഡക്ട്സ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ടാണ് അതിൻ്റെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് നല്ല രീതിക്ക്, അതായത് നമ്മളെ കൺസ്യൂമേഴ്സിൻ്റെ എന്താ പറയുക സേഫ്റ്റി ഒക്കെ അവരെ റീസണബിൾ പ്രൈസിലാണോ അങ്ങനെയുള്ള രീതിക്കാണോ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്ന ഒരു ആക്റ്റാണത്. അപ്പോൾ അവരെ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതെന്താണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1957. അതിലെന്താ പറയുന്നത്, ദിസ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ സിവിയർ പണിഷ്മെൻറ്റ് ഓഫ് അഡൾട്രേഷൻ ഓഫ് ഫുഡ് ആർട്ടിക്കിൾസ്. അതായത് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഫുഡ് ഹോട്ടൽസൊക്കെ അല്ലേ അങ്ങനെ അവരൊക്കെ എന്താ ചെയ്യുന്ന ഫുഡ്, അപ്പം ഫുഡിൻ്റെ സേഫ്റ്റി കൺസ്യൂമേഴ്സിൻ്റെ അതിൽ അവർ ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, സേഫ്റ്റി ഫുഡാണോ, നമ്മൾ കാണുന്നില്ല ഒരുപാട് ഫുഡ് ഇൻസ്പെക്ഷൻ നടത്തി ഫുഡ് ഇൻസ്പെക്ടേഴ്സൊക്കെ വന്നിട്ട് ചെക്കിങ് നടത്തുന്ന ഹോട്ടൽസിലൊക്കെ. അപ്പോൾ പഴകിയ ഫുഡ് അങ്ങനെയുള്ള അപ്പം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ആ ഹോട്ടലിൽ പൂട്ടാൻ അല്ലെങ്കിൽ എന്ത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും അത് പൂട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പറ്റി അവർക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി ലീഗലി നമ്മളെ എല്ലാ സിസ്റ്റവും ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം ഫുഡിൽ എന്തെങ്കിലും അഡൾട്ടറേഷനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിവെൻഷൻ ചെയ്യാനുള്ള ഒരു ആക്ട്. ദെൻ എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955. അതിലെന്താ പറയുന്നത്, പവർ ടു ഡിക്ലെയർ എനി കമ്മോഡിറ്റി ആസ് എൻ എസെൻഷ്യൽ ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദർ ആർ ഗവൺമെൻറ് ആൻഡ് ക്യാൻ കൺട്രോൾ ദ പ്രൊഡക്ഷൻ സപ്ലൈ അല്ലേ. അതായത് കൺസ്യൂമേഴ്സിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ചില പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്താ സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരിക്കുക. അവരെ ഈ ആക്ട് പ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1956. അതൊരു ആക്ടാണെന്ന് വെച്ചാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി മെഷർമെൻ്റ് ആണ്. അതിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. ദെൻ എന്താ മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1960.